നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിന് സമർപ്പിക്കുവാൻ കേരളം തയ്യാറായി കഴിഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാകുന്നതിന് നമ്മൾ ഓരോരുത്തരും സാക്ഷ്യം വഹിച്ചവരാണ്. ഒന്നാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകവേ ഉടൻ തന്നെ തുറമുഖത്തിന്റെ ട്രയൽ ഓപ്പറേഷൻസ് നമ്മൾ ആരംഭിക്കുകയാണ്. ഒപ്പം കേരളക്കരയ്ക്ക് ഒരു ഓണസമ്മാനമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ഈ വർഷം തന്നെ ഉണ്ടാകും. എന്നാൽ അതിനുശേഷം അതിലും വലിയ ഒരു സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ എത്തുന്നത്. ഘട്ടം 2, 3, 4 എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടനടി തന്നെ ഈ വർഷം ആരംഭിക്കാനിരിക്കുകയാണ്. ഇത് 2045 പൂർത്തിയാക്കുമെന്നാണ് നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ കേരള സർക്കാരിൻ്റെ വളരെ ശക്തമായ സാർത്ഥകമായ ഇടപെടലുകൾ മൂലം ഇപ്പോൾ 2028 തന്നെ നമ്മൾ ഘട്ടം 2, 3, 4 എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ സജ്ജരാണ്. ഇതിൻ്റെ അർത്ഥം അടുത്ത 4 വർഷങ്ങൾക്കുള്ളിൽ, അതായത് 2028 കേരളത്തിലേക്ക് ഏകദേശം 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് എത്താൻ പോകുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരും എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ 800 മീറ്റർ നീളത്തിലുള്ള ബർത്ത് സൗകര്യം ഒരുക്കുമ്പോൾ ഇനി വരുന്ന ഘട്ടങ്ങളിൽ 1200 മീറ്റർ കൂടി നീളത്തിലുള്ള ബർത്തിൻ്റെ സൗകര്യങ്ങൾ സൃഷ്ടിക്കും. അതായത് 2000 മീറ്റർ നീളമുള്ള ബർത്തിങ് കപ്പാസിറ്റി നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കൈവരും. അതിൻ്റെ അർത്ഥം ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്സിന് ഇവിടെ അനായാസേന ഒരേ സമയത്ത് 4ഉം 5ഉം കപ്പലുകൾക്ക് വന്ന് നങ്കുരമിടാൻ സാധിക്കും എന്നതാണ്. ഒപ്പം പുലിമുട്ട് നിർമ്മാണത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. കപ്പലുകൾ കരയ്ക്കടുക്കുവാനായി കടലലകളെ ശാന്തമാക്കുവാൻ വേണ്ടി നമ്മൾ നിർമ്മിക്കുന്ന പുലിമുട്ട് ഇപ്പോൾ ഏകദേശം 3 കിലോമീറ്റർ നീളത്തിലാണ് കടലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇനിയും 1 കിലോമീറ്റർ കൂടി നമ്മൾ വരും ഘട്ടങ്ങളിൽ നിർമ്മിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭൗതിക സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിൽ വരും ഘട്ടങ്ങളിലും ഉറപ്പുവരുത്തുന്നതായിരിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇത് തിരുവനന്തപുരത്തിൻ്റെ എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല, ഭാരതത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റും എന്നുള്ളതിൽ നമുക്കാർക്കും യാതൊരു സംശയവുമില്ല. ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ്. ഓരോ തവണയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നമ്മുടെ സ്വന്തം വിഴിഞ്ഞത്തിലേക്ക് വന്നെത്തിച്ചേരുന്ന കപ്പലുകൾ വ്യവസായത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്ന വരുമാനത്തിലും നമ്മുടെ സർക്കാരിന് ലഭിക്കുന്ന നികുതിയിലും ഒക്കെ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഒപ്പം ലോകോത്തര നിലവാരത്തിലുള്ള ഏറ്റവും വലിയ കപ്പൽ കമ്പനികളും മദർഷിപ്സും നമ്മുടെ വിഴിഞ്ഞത്തിലേക്ക് വരുവാനായി ഉറ്റുനോക്കിയിരിക്കുകയാണ് എന്നുള്ള ശുഭവാർത്ത കൂടി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. ഇതിൻ്റെ ഗുണഫലമായി യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ സ്വന്തം പ്രാദേശിക ജനത ഉൾപ്പെടെയുള്ളവർക്ക് തൊഴിലവസരങ്ങൾ ഇനിയും വർദ്ധിക്കുമെന്നുള്ളതാണ്. നിലവിൽ ഒന്നാം ഘട്ടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ നമുക്ക് 600 പേർക്ക് പ്രത്യക്ഷമായ ഉദ്യോഗവും, അതായത് ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് 600 പേർക്കും ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് 2000 പേർക്കും നൽകുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇനി വരുന്ന ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി കൂടി പൂർത്തിയാകുമ്പോൾ തുറമുഖത്തിൽ തന്നെ നമുക്ക് പ്രത്യക്ഷമായ ഉദ്യോഗം 1000 ഉദ്യോഗാർത്ഥികൾക്കും പരോക്ഷമായിട്ടുള്ള ഉദ്യോഗ അവസരങ്ങൾ 2000 ഉദ്യോഗാർത്ഥികൾക്കും നമുക്ക് കൂടുതൽ നൽകാനായി സാധിക്കും. ഇതിനു പുറമെ തുറമുഖത്തിനോട് അനുബന്ധമായിട്ടുള്ള മറ്റ് വ്യവസായങ്ങളും സംരംഭങ്ങളും ഏറെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതില്ലല്ലോ. അങ്ങനെ വരും നാളുകൾ കേരളത്തിന് പുതിയ പ്രതീക്ഷകളും പുതിയ സാധ്യതകളും ഒരുക്കിക്കൊണ്ട്
വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഈ യാത്ര നമ്മൾ തുടരുകയാണ്. ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.